Manoj sir, for giving me such a wonderful introduction. ഒത്തിരി സ്നേഹം എല്ലാവരോടും. ഇങ്ങനെ ഒരു മോക്ഷ എന്ന് പറയുന്ന റൈഫിൾ അസോസിയേഷന്റെ കീഴിൽ ഉള്ള ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഇപ്പോൾ സാറ് ഓൾറെഡി പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് എല്ലാവരുടെയും ഒരു മെന്റൽ വെൽബീയിങ്ങിനെ കുറിച്ച് ജോർജ് സെബാസ്റ്റ്യൻ സാറ് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്, അധികം ശബ്ദമൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്ത് പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യം കേട്ടോ. അപ്പോ ഒരൊറ്റ ചോദ്യം, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ഡേ? കേട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് ഉത്തരം ആയിക്കോട്ടെ. മോശമെന്നോ നല്ലതെന്നോ എക്സലന്റ് എന്നോ ഗുഡ് എന്നോ ആവറേജ് എന്നോ എന്തോ ആയിക്കൊള്ളട്ടെ. Good and bad. Both together. Both. Oh, great. Okay. Any other comments? Productive day ആയിരുന്നു. എന്തോ? ഒരു productive day ആയിരുന്നു. ഒരു productive day ആയിരുന്നു. Yes. Then any other comments? Average day ആയിരുന്നു. Average day. Okay. Thank you for giving such a wonderful answers. എന്തായാലും പുതിയതായിട്ട് വരുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് മറുപടി കിട്ടുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കും. താങ്ക് യു ഫോർ എന്നെ നമ്മളെ ആ ഒരു ഫേസിൽ നിർത്തിയതിന്. സോ കുറച്ച് പേര് പറഞ്ഞു ആവറേജ് ആയിരുന്നു, ഗുഡ് ആൻഡ് ബാഡ് ആയിരുന്നു, പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഓക്കെ, എക്സലന്റ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇന്നത്തെ ദിവസമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസം എന്ന് നമുക്ക് എന്തുകൊണ്ട് പറയാൻ സാധിച്ചില്ല? ഓൺലി ബിക്കോസ് നമ്മൾ കുറെ കാര്യങ്ങളെ ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്ന ആൻസർ പറഞ്ഞ ആളെ തന്നെ ഞാൻ എടുത്തോട്ടെ. അപ്പൊ നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഗുഡ് ആയിരിക്കും, കുറച്ച് കാര്യങ്ങൾ ചിലത് എക്സ്പെക്ട് ചെയ്ത പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ബാഡ് ആയിരിക്കും. അതാണ് നമ്മൾ നോർമലി ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വൈകുന്നേരം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നോർമലി ഡിസൈഡ് ചെയ്യണത് ഓൺ ദ ബേസിസ് ഓഫ് അവർ എക്സ്പെക്ടേഷൻസ്. നോർമലി നമ്മുടെ എക്സ്പെക്ടേഷൻസ് രാവിലെ സെറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ ഹൗ വാസ് യുവർ ഡേ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യുന്നത്. സോ എക്സ്പെക്ടേഷൻസ് നോർമലി എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക? അവിടെയാണ് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പോസിറ്റീവ് തിങ്കിങ്? So positive thinking means focusing on the bright side of life and expecting good result. അതാണ് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഗുഡ് ആൻഡ് ബാഡ്. ആ ഗുഡ് വന്നത് എക്സ്പെക്ടിങ് ഗുഡ് റിസൾട്ട്സ് ആണ്. പക്ഷെ ആ ഗുഡ് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ക്ലാസിന്റെ ആവശ്യം വരില്ലായിരുന്നു. ബാഡ് എന്നും കൂടി പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു സെഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആവറേജ് ആയിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ മുൻപിൽ അനേകം എക്സാമ്പിൾസ് ഉണ്ട്. ഏറ്റവും നല്ലത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ എടുത്തു കഴിഞ്ഞാൽ അരുണിമ സിൻഹ. അരുണിമ സിൻഹയെ കുറിച്ച് കേട്ടവരുണ്ടോ? അരുണിമ സിൻഹ, ക്വിക്കായിട്ട് ഞാൻ ആ സ്റ്റോറി പറയാം. അരുണിമ സിൻഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു പ്ലെയർ ആയിരുന്നു. പുള്ളിക്കാരത്തിക്ക് CRPF ജോലി കിട്ടുക എന്നുള്ളത് ഒരു വലിയ സ്വപ്നമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിലോട്ട് കിട്ടിയില്ല. BSF അങ്ങനെയൊക്കെയാണ് ജോലി കിട്ടുന്നത്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലോ നെയിമിലോ എങ്ങാണ്ട് ചെറിയൊരു മിസ്മാച്ച് വരികയും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് പോകേണ്ടി വരികയും ചെയ്യുവാണ്. അങ്ങനെ ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യേ
ഇപ്പോൾ ഓൾറെഡി ഒരു പ്ലെയർ ആയ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ആളായതുകൊണ്ട് അതിന്റെ ഫിസിക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. പോകുന്ന യാത്രാ മധ്യേ കുറെ കള്ളന്മാര് പുള്ളിക്കാരത്തിനെ ആക്രമിച്ചു. അപ്പം അരുണിമ വിചാരിച്ചു അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് സാധിച്ചില്ല. ഈ കള്ളന്മാര് എതിർത്തത് കൊണ്ട് അരുണിമേനെ എടുത്ത് ട്രെയിനിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ച് എറിഞ്ഞു കഴിഞ്ഞ ആ ആഘാതത്തിൽ അവിടെ ചെന്ന് വീഴുകയും അവിടെ ബോധം കെട്ട് പോവുകയാണ്. ആഫ്റ്റർ ദാറ്റ് എത്ര നേരം അവിടെ കിടന്നു എന്നറിയില്ല. പുള്ളിക്കാരത്തേക്ക് ഏതോ ട്രെയിൻ വരുന്ന ഒച്ച കേട്ടിട്ടാണ് കോൺഷ്യസിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴാണ് അറിയണത് ശരീരം റെയിൽവേ ട്രാക്കിലാണ് കിടക്കുന്നത്. ഇതേ ട്രാക്കിലാണ് ഈ വരുന്ന ചൂളം അടിച്ച് വരുന്ന ട്രെയിൻ വരുന്നത്. പുള്ളിക്കാരത്തെ എറിഞ്ഞ ആ ഒരു ഇതിൽ ഹാങ് ഓവറിൽ ശരീരത്തിന് അവിടെ ഇവിടെയും ഒക്കെ ചതവ് പറ്റി വേദനയുണ്ട്. ഒന്നും മുന്നോട്ട് ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കുന്നില്ല. സംഹൗ ഷീ മാനേജ്ഡ്. പക്ഷേ ഒരു കൈയും ഒരു കാലും ട്രാക്കിൽ തന്നെയായിരുന്നു. അതിലൂടെ ട്രെയിൻ കയറി ഇറങ്ങിപ്പോയി. രാത്രി സമയമായിരുന്നു. കുറെ നിലവിളിച്ചു. ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടായില്ല. രാത്രി മുഴുവൻ അങ്ങനെ കഴിച്ചുകൂട്ടി. രാവിലെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ വില്ലേജിൽ നിന്നും അപ്പുറത്തെ വില്ലേജിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പുകളിലേക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടി പോകുന്നവരാണ് ഒരു ബോഡി അവിടെ കിടക്കുന്നു, ഒരു ശവം അവിടെ കിടക്കുന്നു എന്ന രീതിയിൽ വന്ന് നോക്കുമ്പോഴാണ്, തൊട്ട് നോക്കുമ്പോഴാണ് ബോഡി തണുത്തിട്ടില്ല. അങ്ങനെ റെയിൽവേ അധികൃതരെ അറിയിക്കുകയും റെയിൽവേയിലുള്ളവർ വന്ന് ഈ അരുണിമേനെ എടുത്ത് അവിടെ ഒരു വില്ലേജിലാണ് വീണത്, അവിടെയുള്ള ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ചെറിയ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും വലിയ മെഡിക്കൽ ഫെസിലിറ്റീസോ അനസ്തേഷ്യ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല. നമുക്കറിയാം ഈ കല്ലേലും ഒക്കെ ചെന്ന് ഈ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ മുഴുവൻ ഈ ഇലയും കല്ലും മണ്ണും ഒക്കെ പറ്റി പിടിച്ചിരിക്കും. അത് ഓൾറെഡി ഇത്രയും 5-6 മണിക്കൂർ കടന്നു പോയത് കൊണ്ട് അതിൽ മുഴുവൻ ഇൻഫെക്ഷൻ കയറി തുടങ്ങിയിരിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആംപ്യൂട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയേ പറ്റും. അനസ്തേഷ്യസ്റ്റ് ഒക്കെ വരണമെങ്കിൽ ടൗണിൽ നിന്ന് വരണമെങ്കിൽ കുറേ സമയങ്ങളെടുക്കും. സോ അരുണിമ സിൻഹ എഴുതിയ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പച്ചയ്ക്ക് തൻ്റെ കാല് അറുത്തു മാറ്റി. കാരണം ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ കയറും. നിന്ന് സ്പോർട്സ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പുള്ളിക്കാരത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോവുകയും അവിടെ അത്യാവശ്യം നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടി. എന്നാൽ ഒരു കൈയും ഒരു കാലും നഷ്ടപ്പെട്ടു. അപ്പം ഇനി മുന്നോട്ട് ഒരു കരിയർ ഇല്ല, സ്വപ്നങ്ങളില്ല. ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് പുള്ളിക്കാരത്തി ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്നത്. ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുവരാജ് സിംഗ് സെഞ്ചുറി അടിക്കുന്ന ഒരു മാച്ചാണത്. അതിനകത്തൊരു പ്രത്യേകതയുണ്ട്. അന്ന് യുവരാജ് സിംഗ് ക്യാൻസർ സർവൈവ് ചെയ്ത് വന്നിട്ട് കളിച്ച ആദ്യത്തെ മാച്ചിൽ പുള്ളിക്കാരൻ സെഞ്ചുറി അടിച്ചു. അപ്പം ഒരു ക്യാൻസർ അറ്റാക്ക് ചെയ്തൊരു ബോഡിയിൽ എന്തെല്ലാം ഇമ്പാക്റ്റുകൾ ഉണ്ടെന്ന് ഒരു കോമൺ മനുഷ്യൻ നമുക്കത് മനസ്സിലാവുകയില്ല. ബിക്കോസ് നമുക്ക് ആ ഒരു സിറ്റുവേഷനോട് കടന്നു പോകുമ്പോൾ മാത്രമാണ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് കടന്നുപോയ വഴികളും ഇപ്പോൾ അവരുടെ ശരീരത്തിൽ ഓൾറെഡി മരുന്നുകളുടെ ഇമ്പാക്റ്റുകൾ ഉള്ളത് കൊണ്ട് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന നമ്മുടെ യുവരാജ് സിംഗ് സെഞ്ചുറി അടിക്കുകയാണ്. ഡിറ്റർമിനേഷൻ. അപ്പോൾ അരുണിമയ്ക്ക് തോന്നുവാണ് എന്തുകൊണ്ട് അത്രയും വലിയ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന യുവരാജ് സിംഗിന് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു കൈയും ഒരു കാലും ഇല്ലാതെ തന്നെ 2013 മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്നത്. അപ്പോൾ അരുണിമ നമ്മുടെ മുൻപിലേക്ക് വെച്ച ഒരു ഏറ്റവും വലിയൊരു മെസ്സേജ്, എന്തെല്ലാം ചലഞ്ചസ് നമ്മുടെ ലൈഫിൽ വന്നോ, ഞാൻ എന്തായി തീരണമെന്ന് നമ്മുടെ മൈൻഡിൽ നമ്മൾ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്നെ റിഫൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് മാത്രം കരുതി മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ
തോമസ് ആൽവ എഡിസൺ മുതലായ സയന്റിസ്റ്റുമാരൊക്കെ നടത്തിയ പരീക്ഷണങ്ങൾ, ലക്ഷക്കണക്കിന് പരീക്ഷണങ്ങൾ ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ടാണ് ഒരു സക്സസ് വരുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ 4ാമത്തെ PhD ലോയിലാണ് ഞാൻ ചെയ്തത്. ഞാനത് ഒരാൾ ആദ്യത്തെ PhDക്കൊക്കെയാണ് റിജക്ഷൻ ഫെയിലിയർ ഒക്കെ വരുന്നുണ്ടാവുള്ളൂ. PhD കൊണ്ടുപോയി ഡ്രാഫ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ റിജക്ഷൻ നോർമലി വരുന്നത് ആദ്യത്തെ തീസിസിനായിരിക്കും, രണ്ടാമത്തേനൊന്നും ആരും റിജക്ട് ചെയ്യുന്ന ഒരു സംഭവം വരില്ല. പക്ഷെ എൻ്റെ 4th PhD ഓൺ ലോ ഞാൻ വെച്ചപ്പോൾ ഇറ്റ് റിജക്റ്റഡ് 5 times. എനിക്ക് ഈ പുല്ല് 5ാമത്തെ PhD കിട്ടിയാലും 4ാമത്തെ PhD കിട്ടിയാലും ഒരു ഡോക്ടറെ എൻ്റെ പേരിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കിട്ടുന്ന PhDക്കെല്ലാം ഡോക്ടർ 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 എന്നൊന്നും വെക്കുന്നില്ല. എന്നെ ലോകം എന്താ പറഞ്ഞ 4 PhD ഹോൾഡർ എന്ന് പറഞ്ഞ് എല്ലായിടത്തും രാവിലെ ഇറങ്ങുമ്പോൾ 4 PhD വരുന്നു എന്ന് പറഞ്ഞൊന്നും അല്ല എല്ലാവരും സ്വീകരിക്കുന്നതൊന്നും. ബട്ട് സ്റ്റിൽ അത് വേണ്ട എന്ന് വെച്ച്, അത് ഞാൻ ഫുൾ ഗ്രാൻഡ് സ്കോളർഷിപ്പിലാണ് ഞാനത് പഠിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് 10 പൈസ ചിലവായിട്ടുമില്ല. എനിക്ക് നിസ്സാരമായിട്ട് അത് ആ ചലഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ പുല്ല് വേണ്ട, അതേ കിടക്കണോ നിങ്ങളുടെ ചട്ടിയും കലമെന്നും പറഞ്ഞ് നാഗ്പൂരിൽ അത് എറിഞ്ഞിട്ടിട്ട് എനിക്ക് തിരിച്ചിറങ്ങാമായിരുന്നു. പക്ഷെ അപ്പോൾ എൻ്റെ ഗൈഡ് വരെ എന്നോട് പറഞ്ഞു, രഞ്ജു ഇട്ടേച്ച് പോ, ഇവരുടെ മുമ്പിൽ കിടന്ന് കേഴേണ്ട കാര്യമൊന്നുമില്ല. യെസ്, അതാണ് നമുക്ക് എന്താണ്. ഞാൻ ലോയിൽ ഒരു PhD ചെയ്യും എന്നും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്യുമെന്നും അങ്ങനെ ഒരു നിയമവ്യവസ്ഥയുടെ ഭാഗമാകും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു പവറിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. സോ എനിക്കും ചലഞ്ചസ് ഉണ്ടാവും. അതാണ് ഞാൻ, ഇറ്റ് ഡസൻറ്റ് മീൻ ഇഗ്നോറിങ് ഡിഫിക്കൽട്ടീസ്. നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, ബട്ട് റാദർ അപ്രോച്ചിങ് ദം വിത്ത് ഹോപ്പ്, കറേജ് ആൻഡ് ദ ബിലീഫ് ദാറ്റ് യു ക്യാൻ ഓവർകം ദം. നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തു വെക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പറയാം. എന്നോട് എല്ലാവരും ഇത്രയും പഠിച്ചു, 800 ചില്ലറ അക്കാഡമിക് ബിരുദങ്ങൾ നേടി, കാണുന്ന പോലെയല്ല, എനിക്കധികം പ്രായമൊന്നുമില്ല കേട്ടോ, ഈ ചെറുപ്രായത്തിൽ ഞാൻ നേടി എന്ന് തന്നെ അഭിമാനത്തോടെ പറയും. എങ്ങനെയാണ് നേടിയത്, ഇതിനൊക്കെ എവിടെയാണ് സമയം എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. ഒറ്റ കാര്യമേ ഞാൻ പറയുള്ളൂ. ഞാൻ ഡിഗ്രി പഠിക്കുന്നത് തൃശ്ശൂർ വിമല കോളേജിലാണ്. ഞാൻ അവിടെ വിമല കോളേജിൽ പഠിക്കാനായിട്ട് സെക്കൻഡ് ഇയർ ചെല്ലുമ്പോൾ എനിക്കങ്ങനെ ഇംഗ്ലീഷ് ഒന്നും അന്നൊന്നും അത്ര നന്നായിട്ട് പറയാനൊന്നും അറിയില്ല. അപ്പോൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു മായ എന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ കീഴിൽ പഠിക്കാനായിട്ട് ചെന്നു. അപ്പോൾ മായ ടീച്ചർ അന്ന് ഞങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഒബിച്വറി എഴുതാൻ പറഞ്ഞു. ആക്ച്വലി മിസ് അന്ന് ഒബിച്വറി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഒബിച്വറിയുടെ അർത്ഥം എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ ഞാനത് ചരമക്കുറിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി. പുള്ളിക്കാരത്തി അന്ന് പറഞ്ഞു, നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കേണ്ട, അവിടെ ഫോട്ടോ എന്ന് എഴുതിയാൽ മതി, എന്നിട്ട് എങ്ങനെയായിരിക്കും നിങ്ങളുടെ ചരമക്കുറിപ്പ് എങ്ങനെയാണ് പത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ എഴുതി വെച്ചതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള വനിത. അന്ന് അത് എഴുതി വെച്ചതാണ്. ഇതൊക്കെയാണ് 2003 ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ആ ടൈമിൽ ഞാൻ എഴുതി വെച്ചതാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു പോസിറ്റീവ് തിങ്കിങ്, അതായത് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുവാണ്. എനിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. മുന്നോട്ട് പോയപ്പോൾ ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ചലഞ്ചസും ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ ഉള്ളി സൊല്യൂഷൻസ് മാത്രം ഫോക്കസ് ചെയ്യും. ഇപ്പം നമ്മുടെയൊക്കെ നിക് വിജസിക്കണ്ട അവരുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏത് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവരുടെയും ലൈഫിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എത്തിച്ചേരണമെന്ന് അവർ കറക്റ്റ് നോക്കി അവർ സൊല്യൂഷൻസിന് മാത്രം ഫോക്കസ് കൊടുത്തു, പ്രോബ്ലംസിന് ഫോക്കസ് ചെയ്തില്ല. സോ ഞാൻ ആരെങ്കിലൊക്കെ ഒന്ന് ആൻസർ പറയാൻ നന്നായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നന്ദി പറയാൻ ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ പറയാമോ? ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക് യു പറയാൻ കിട്ടിയാൽ 3 കാര്യങ്ങൾ പറയാമോ? താങ്ക് യു, തള്ളി മറിക്കണ്ട, ഫ്രം ദ ഹാർട്ട്, എനിത്തിങ്. ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ? ഓക്കെ,
എനിക്കിന്ന് ഇത്രയും ആൾക്കാർ, അതായത് 22 ആൾക്കാർ ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്, പ്ലസ് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവവും, 23 ആൾക്കാരുടെ മുൻപിൽ എനിക്കിന്ന് പ്രസന്റേഷൻ ചെയ്യാൻ ഒരു അവസരം കിട്ടി. രാവിലെ എനിക്ക് നമ്പർ ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റിരുന്ന് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നു. മൂന്നല്ല, ഇനി ഞാൻ പറയാം. 3, എനിക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ശ്വാസം എടുക്കാൻ ഒരു പ്രശ്നവും ഉണ്ടായില്ല. സൂപ്പറായിട്ട് ശ്വാസം എടുക്കാൻ സാധിച്ചു. 4, സമയാസമയങ്ങളിൽ എൻ്റെ മുൻപിൽ നല്ല ആഹാരം വന്നു. എൻ്റെ എല്ലാവിധ കാര്യങ്ങളും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിച്ചു. ആരുടെയും സപ്പോർട്ട് മേടിക്കേണ്ടി വന്നില്ല. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ചൂടെടുക്കാതെയും ഒക്കെ ഇഷ്ടം പോലെ കറണ്ടും ഫാനും എല്ലാ ലൈറ്റും എല്ലാ ഫെസിലിറ്റീസും എനിക്ക് കിട്ടി. ഇനി ബാക്കി പറയണ്ടല്ലോ, ഏകദേശം ഊഹം കിട്ടിയല്ലോ. അപ്പോ പിന്നെ എനിക്ക് ഇന്ന് ശമ്പളത്തോടു കൂടി ലീവ് കിട്ടി. അപ്പോ ഇനി ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ ഒരു 3 തിങ്സ് ലൈഫിന്? 3 തിങ്സ്, ജസ്റ്റ് 3 തിങ്സ്. ഏതെങ്കിലും ഒന്ന് ഞാനുമായിട്ട് സംവദിക്കാൻ പറ്റി. പറഞ്ഞു തുടങ്ങ്. ഇത് നല്ലൊരു കാര്യമല്ലേ? എനിത്തിങ്. Any 3 things. Yes, Adi. Yes, Adi raised hand. Adi wish to talk? Okay. Okay, അറിയാതെ പറ്റിയത്. Okay, anyway, leave it. So, ഇപ്പൊ കണ്ടോ, നമുക്കൊരു സ്ട്രക്ക് വരുന്നുണ്ട്. ആരോട് ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ്? എനിക്കിവിടെ പരിചയമുള്ള ഏക സാറ് മനോജ് സാർ ആയതുകൊണ്ട് തന്നെ ഞാൻ മനോജ് സാറിനെ തന്നെ നേരെയായിട്ട് എടുക്കാം. മനോജ് സാറിന് ഇന്ന് രാവിലെ ഭക്ഷണം വൈഫ് ഉണ്ടാക്കി കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ തുറന്നു കൊടുക്കാൻ വൈഫോ മകളോ ഉണ്ടായിരുന്നു. താമസിക്കാൻ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു വീടുണ്ട്. വന്ന് ജോലി ചെയ്യാൻ വാടക കൊടുക്കാൻ മുട്ടില്ലാത്ത ഒരു ഓഫീസ് ഉണ്ട്. ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഫുഡ് ആൻഡ് എല്ലാ ഫെസിലിറ്റീസും ഐദർ ഫാമിലിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് കിട്ടി, ഓർ യു ഹാവ് ദ കേപ്പബിലിറ്റി, ഒരു കപ്പാസിറ്റി ഉണ്ട്, പുറത്തു പോയി മേടിച്ച് കഴിക്കാൻ സാധിച്ചു. വാട്ട് ഇറ്റ് ഈസ്. സോ ഓൾ ദീസ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ മുൻപിൽ നമ്മുടെ ലൈഫ് ഈസാക്കാൻ വേണ്ടി കിട്ടുന്ന. സോ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തിനോടൊക്കെ താങ്ക് യു പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ജസ്റ്റ് സ്റ്റാർട്ട്. ഇന്ന് മുതൽ ഏറ്റവും കൂടുതലായിട്ട് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം കിടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ലൈഫിൽ താങ്ക് യു പറയേണ്ട 3 കാര്യങ്ങളൊന്നും എഴുതിയേക്കുക. ആരെയും കാണിക്കണം എന്നല്ല. അത് ഇനി ഫ്രണ്ട്സുമായിട്ട് കറങ്ങിയതാവട്ടെ, കാമുകിയോ കാമുകന്റെ കൂടെ വർത്താനം പറഞ്ഞതായിക്കൊള്ളട്ടെ, ഓർ സോൾമേറ്റ്, വാട്ട് എവർ നെയിം, ആരെന്തിട്ടാലും എല്ലാം ബെസ്റ്റി, ചങ്ക്, ഹൂവർ ഇറ്റ് ഈസ്, വാട്ട് എവർ നെയിം, ആരുമായിട്ട് സംസാരിച്ചതാവട്ടെ, വാട്ട് എവർ കംസ്, എനിക്ക് നന്ദി പറയണമെന്ന്, എനിക്ക് ഇന്ന് താങ്ക് യു പറയണമെന്ന് ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന 3 തിങ്സ്. ആ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡയറിയിൽ എഴുതി ആരും കാണണ്ട എടുത്തു വെക്കുക. ആ ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പൊ അച്ഛനും അമ്മയും ഉള്ളവരാണ്, ഇപ്പം ചിലപ്പോൾ ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന ദിവസമായിരിക്കും. അപ്പോഴായിരിക്കും അച്ഛനോ അമ്മയോ ആരെങ്കിലും വന്നിട്ട് എന്തുവാടാ ഒരു മൂടില്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കണ എന്നതാ. അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾ കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ആരും പുറം ലോകമൊന്നും അറിയേണ്ടാവില്ല. ബട്ട് വി ഷുഡ് താങ്ക്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവിടെ ഒരാൾ ഉണ്ടായിരുന്നു എന്നതിന് നമ്മൾ താങ്ക് യു ചെയ്യും. അതിന് പകരം നോർമലി നമ്മൾ എന്താ ചെയ്യുക? ഓഹി നശിച്ച ലോകത്ത് ജനിച്ചതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഈ പണ്ടാറം പിടിച്ച ബോസിനെ എന്ന് കണി കാണുന്നു അന്ന് എൻ്റെ ദിവസം പോക്കാണ്, അല്ലെങ്കിൽ ഈ കാലമാടൻ്റെ കൂടെ ജീവിക്കുന്നു എന്നൊക്കെ ഇയാളെ കണ്ടുകൊണ്ടാണെങ്കിൽ അന്നൊക്കെ എൻ്റെ
കഷ്ടകാലമാണ്, അല്ലെങ്കിൽ ഇവളെ എന്ന് കണ്ടോണ്ട്. ഓക്കെ, റെഡ്യൂസ് നെഗറ്റീവ് സെൽഫ് ടോക്ക്. വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പം നമ്മൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ തന്നെ ഒരു എക്സാമ്പിൾ പറയും. ഞങ്ങളെല്ലാം ബിസിനസ് റിലേറ്റഡ് ഫാമിലീസിലാണ്, എല്ലാവരും ബിസിനസ്സിലാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് പുതിയൊരു ബിസിനസ്സിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഗ്യാപ്പ് റോഡിൻ്റെ വർക്കിനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഇറങ്ങുമ്പോൾ മദറിൻ്റെ പറയും, ഇത് രക്ഷപ്പെടുവോ എന്തോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുകയാണ്, ഇതൊക്കെ രക്ഷപ്പെടുവോ എന്തോ. ഉള്ളത് പറയട്ടെ, ഗ്യാപ്പ് റോഡ് ഇടുകയും ചെയ്തു, തിരിച്ചും പോന്നു. സിമ്പിൾ എനർജി. ഇത് സിമ്പിൾ എനർജി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടായി എന്നല്ല പറയുന്നത്, ബട്ട് ആ സിമ്പിൾ എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സംസാരത്തിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലരുണ്ട് രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന രീതി കാണുമ്പോൾ ഈ പണ്ടാർത്തിലൊന്ന് സമാധാനത്തിൽ വിളിച്ചുകൂടെ തോന്നിപ്പോ. രാവിലെ നമ്മൾ ഒരാളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരാളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു കാം മൈൻഡോടുകൂടി ഒന്ന് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഫസ്റ്റ് ഒരിക്കലും നെഗറ്റീവ് സെൽഫ് ടോക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് നെഗറ്റീവ് സെൽഫ് ടോക്കിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുക? ഫസ്റ്റ് നമ്മൾ ഇപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഹൗ വാസ് യുവർ ഡേ? അപ്പോൾ പറഞ്ഞു ആവറേജ്. വലിയ ഗുണമൊന്നുമില്ല എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ അർത്ഥം. അതിൻ്റെ പോളിഷ്ഡ് ലാംഗ്വേജ് ആണ് ആവറേജ്. അപ്പം ഈ ഒരു ഏരിയ, അപ്പോൾ ആരും അറിയുന്നില്ല ഞാൻ ഈ ആവറേജ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമേജ് ആണ് എന്നിൽ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നില്ല. സോ ഐഡന്റിഫൈ നെഗറ്റീവ് തോട്ട്സ്. ഞാൻ എന്തെല്ലാം പറയുമ്പോഴാണ് നെഗറ്റീവ് ആയി പോകുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ദെൻ റീപ്ലേസ് ഇറ്റ് വിത്ത് പോസിറ്റീവ് അഫർമേഷൻസ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു, ഹൗ വാസ് യുവർ ഡേ? എക്സലന്റ്. വൺ ഓഫ് ദ മോസ്റ്റ് എക്സലന്റ് ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ആരോട് സംസാരിച്ചാലും ശരി, നമ്മൾ എപ്പോഴും ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് കുറച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള, ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് പറ്റിയല്ല എന്നായിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷെ അപ്പം തന്നെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് പറ്റും എന്നതിനേക്കാൾ ഉപരി ഐ ക്യാൻ ലേൺ ആൻഡ് അഡാപ്റ്റ്. കാരണം എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പം എന്താണ്, നാളെ എൻ്റെ കയ്യിൽ ഒരു തോക്ക് തന്നിട്ട് വെടി വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ചത്തുപോകത്തേ ഉള്ളൂ. വഴിയെ പോണ ഏതെങ്കിലും ഒരുത്തൻ്റെ അത് വെടി തീരും. പകരം ഐ ക്യാൻ ഡൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആ ഫോക്കസിലേക്കൊക്കെ എത്തണം വെടിവെക്കണമെങ്കിൽ. അപ്പം ഞാൻ അപ്പം എന്ത് ചെയ്യണം? ഞാൻ പറയേണ്ട വേർഡിങ്സ് ഐ ക്യാൻ ലേൺ ആൻഡ് അഡാപ്റ്റ്. ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന റൈഫിൾ ഞാൻ പൊക്കിയിട്ടുണ്ട്, ഞാൻ റൈഫിളും കൂടി ഇടിഞ്ഞു വീഴാതിരുന്നത് ഭാഗ്യം. നല്ല വെയിറ്റ് ഉണ്ട് ആ സാധനത്തിന്. അപ്പം ഞാൻ അത് പഠിച്ച് ഞാൻ ആ സിറ്റുവേഷനൊക്കെ അഡാപ്റ്റ്. അപ്പം ഞാൻ എവിടെയൊക്കെയാണ് നെഗറ്റീവ് പറയണതെന്ന് ഫസ്റ്റ് കണ്ടെത്തുക, എന്നിട്ട് ഐ ക്യാൻ ലേൺ ആൻഡ് അഡാപ്റ്റ്. ഞാൻ അത് എന്താണോ ഞാൻ പഠിക്കേണ്ടത്, എന്നെക്കൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്ത് കാര്യമാണോ അത് ഞാൻ പഠിച്ച് ആ ഒരു സിറ്റുവേഷനുമായിട്ട് ഞാൻ അഡാപ്റ്റ് ചെയ്യും. ഇങ്ങനെ എല്ലാത്തിനെയും നമ്മൾ മാറ്റണം. നമ്മളുടെ എല്ലാ നെഗറ്റീവ് സെൽഫ് ടോക്കിനെയും നമ്മൾ ഒരു പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യം. അപ്പോൾ തന്നെ പോസിറ്റീവിലേക്ക് ഐ ക്യാൻ ലേൺ ആൻഡ് അഡാപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പം ഷൂട്ടിങ്ങിൽ നിൽക്കുന്നവരാണ് കൂടുതലും വരുന്നത്. ഷൂട്ടിങ്ങിന് വേണ്ടത് എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ വേണം, ഫോക്കസ് വേണം, സ്ട്രെസ്സിനെ റിലാക്സ് ചെയ്യണം, ആങ്സൈറ്റി ഉണ്ടാകാൻ പാടില്ല. അപ്പം എൻ്റെ സ്ട്രെങ്ത് ഏരിയാസ് എന്തൊക്കെയാണ്? അപ്പോൾ തോന്നുവാണ് എനിക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ആ പോയിന്റ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി നിൽക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഞാൻ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നിൽക്കുമ്പോൾ, എക്സാം എഴുതാൻ നിൽക്കുമ്പോഴത്തേനും എനിക്ക് സ്ട്രെസ് വരുന്നു, പ്രഷർ കൂടുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡാണ് ആങ്സൈറ്റി അറ്റാക്ക്. നല്ല രസമുണ്ട് കേൾക്കാൻ. പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി അറ്റാക്ക് എന്ന് ഒക്കെ പറയുന്ന ഒരു പേരിട്ട് വിളിക്കുന്ന സംഭവം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ബിക്കോസ് നോട്ട് അഡാപ്റ്റഡ് വിത്ത് ദ റിലാക്സേഷൻ ടെക്നിക്സ്. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്ട്രെങ്ത് ഏരിയാസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്നവരാവട്ടെ, നിത്യേന ജീവിക്കുന്നവരാവട്ടെ, ഡെയിലി ലൈഫിൽ ജീവിക്കുന്നവരാവട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഫോക്കസ് ഓൺ സ്ട്രെങ്ത്. ആദ്യം നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്?
ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ സംസാരിക്കാൻ അറിയാം. എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതാണ്. പിന്നെ ഒരു ബുക്ക് കിട്ടിയാൽ, ഒരു ബുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫാസ്റ്റായിട്ട് ഞാനൊരു ടെക്നിക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആ ബുക്ക് മുഴുവൻ വായിച്ചു തീർക്കാനായിട്ട് പറ്റും. എന്നോട് എക്സാം എങ്ങനെ പാസ്സാവണമെന്ന് ചോദിച്ചാൽ ഞാൻ സിമ്പിളായിട്ട് പറയും. ഞാൻ റീഡിങ് പലതരത്തിൽ റീഡിംഗ് ഉണ്ട്. ആ റീഡിങ്ങിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടൈപ്പ് ഓഫ് റീഡിങ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയാലും ഞാൻ ഒരു 4 മണിക്കൂർ കൊണ്ട് അത് വായിച്ച് എൻ്റെ തലയിൽ കയറ്റും. ആൻഡ് ഞാൻ ഫോട്ടോഗ്രാഫിക് മെമ്മറി പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസിങ് ഇറ്റ് എനിക്ക് ജനിച്ചപ്പോഴേ കിട്ടിയ സംഭവമല്ല. ഐ ലേൺ ആൻഡ് അഡാപ്റ്റ്. ഞാൻ അപ്പോൾ ആ പുസ്തകത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ ഫോട്ടോ ആയിട്ട് പതിക്കുന്നു. എക്സാമിന് ചെല്ലുമ്പോൾ എനിക്ക് സിമ്പിളായിട്ട് എഴുതാം. സോ എൻ്റെ സ്ട്രെങ്തിനെ എനിക്ക് അറിയാനായിട്ട് പറ്റും. സോ വാട്ട് ആർ മൈ ലിമിറ്റേഷൻസ്? എനിക്ക് അതേപോലെ തന്നെ അറിയുന്ന ഒരു കാര്യമാണ് എൻ്റെ ലിമിറ്റേഷൻസ്. സോ മെനി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിക്കും ഈ എൻ്റെ സ്ട്രെങ്തിനെ തളർത്തുന്ന ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ വെട്ടിക്കളയും. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? റിയലിസ്റ്റിക് ഗോൾ വയ്ക്കും. ഇപ്പം എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ നല്ല ഒബീസ് ആയിട്ടുള്ള ഒരാളാണ്. നല്ല ഒബീസാണ്, മോർ ദാൻ 90 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ. പക്ഷേ ഞാൻ പറയുകയാണ്, ഒരു വർഷത്തിനുള്ളിൽ ഞാൻ 60 കിലോ എത്തിക്കും. നടക്കുകയല്ല. ഒരു വർഷം പോയിട്ട് ഈ ജന്മം കൊണ്ട് ചിലപ്പോൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിക്കോസ് എന്നെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ഒബീസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ പ്രയോറിറ്റി അല്ല. എൻ്റെ പ്രയോറിറ്റി മറ്റു പലതും. സോ എപ്പോഴായാലും ഒരു റിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യുക. റിയലിസ്റ്റിക് ഗോൾസ് അല്ല സെറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഡിപ്രഷനിലോട്ട് പോകാനും അത് നടന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടാനും ഇടവരും. സോ നമ്മൾ എന്ത് ഗോളാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഫസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഇപ്പം ഒരു ബുക്ക് വായിക്കണം എന്ന് വിചാരിക്കുന്നു. ഒരു ബുക്കിന് മൊത്തം 300 പേജ് ഉണ്ട്. 30 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് വായിക്കുന്നു. ഒരു ദിവസം 10 പേജ്. ലൈക്ക് വൈസ് ഞാനൊരു ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ആ 10 പേജിലേക്ക് നമ്മുടെ ആ വലിയ ടാസ്കിനെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ഞാൻ 300 പേജുള്ള ഒരു ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിജയം ഞാൻ ആഘോഷിക്കണം, മറ്റുള്ളവരല്ല ആഘോഷിക്കേണ്ടത്. അപ്പം ഞാൻ ഒരു ഫസ്റ്റ് റാങ്ക് മേടിച്ച് വന്നാൽ ഞാൻ സ്വയം ഒരു കേക്ക് മേടിച്ച് കട്ട് ചെയ്ത് ഞാൻ എൻ്റെ വിജയം ആഘോഷിച്ചോളണം. മറ്റുള്ളവർ സെലിബ്രേറ്റ് ചെയ്ത് തരട്ടെ, മറ്റുള്ളവർ ഗിഫ്റ്റ് കൊണ്ടുപോയി തരട്ടെ. ഞാൻ സ്ഥിരം എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഐദർ ഏതെങ്കിലും ബ്യൂട്ടി പ്രൊഡക്ട്സ് ഓർ ഏതെങ്കിലും പേന, എനിക്കിഷ്ടമുള്ള സംഭവങ്ങളാണ് പേന, ബുക്കൊക്കെ. അപ്പം ഞാൻ എന്നെ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന, എൻ്റെ വിക്ടറി ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഈവൻ ഇപ്പോൾ ഒരു കപ്പലണ്ടി മിഠായി എങ്കിലും മേടിച്ച് തിന്നിരിക്കും. എനിക്ക് കപ്പലണ്ടി മിഠായി ഇഷ്ടമാണ്. എന്തുകൊണ്ട് കപ്പലണ്ടി മിഠായി മേടിച്ചു? ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് നന്നായിട്ട് എടുത്തു, തിരിച്ചു വന്ന വഴി ഞാൻ തേൻ മിഠായി മേടിച്ച് തിന്നു. കാരണം തേൻ മിഠായി എനിക്ക് ഇഷ്ടമാണ്. എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ലക്ഷങ്ങൾ വിലയോ ഒന്നുമല്ല നോക്കേണ്ടത്. എൻ്റെ അപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കണം നമ്മുടെ ബുക്കിൽ, ഞാൻ ഈ ബുക്ക് വായിച്ചു തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യും. വലിയ എമൗണ്ട് മുടക്കിയുള്ള സെലിബ്രേഷൻ ഒന്നും ആവശ്യമില്ല. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചെറിയ വിക്ടറിനെ ചെറിയ രീതിയിൽ തന്നെ ആഘോഷിച്ചാൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്ജസ്റ്റിംഗ് എക്സ്പെക്ടേഷൻസ്. ഏറ്റവും പ്രധാനമാണ് എക്സ്പെക്ടേഷൻസ്. അപ്പോൾ എപ്പോഴും ഈ പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ച് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ അനവധി സ്റ്റഡി നടത്തിയപ്പോഴും മെയിൻ റീസൺ റൗണ്ട് ചെയ്ത് വരുന്നത് എക്സ്പെക്ടേഷൻസിലാണ്. ഇപ്പോൾ നീറ്റ് എൻട്രൻസ് എഴുതുന്ന കുട്ടികളുണ്ട്. എല്ലാവർക്കും നീറ്റിൽ കിട്ടുന്നില്ല. 2ാം വട്ടം എഴുതുന്നു, 3ാം വട്ടം എഴുതുന്നു, കിട്ടുന്നില്ല. അവരുടെ എക്സ്പെക്ടേഷൻ നീറ്റ് കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ചിട്ട് എൻ്റെ സ്ട്രെങ്തിനെ ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഏത് രീതിയിലാണോ അതിനെ മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ആ രീതിയിൽ അതിനെ മാറ്റി കൊണ്ടുവന്ന് പഠിച്ചാലേ കിട്ടുകയുള്ളൂ. പകരം നീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ സ്ട്രെങ്ത് എന്ന് കണ്ടെത്തുക, നമ്മുടെ വീക്ക്നെസ് കണ്ടെത്തുക, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് പോയാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മൈൻഡ് സെറ്റ് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പോസിറ്റീവായിട്ട് നമുക്ക്
ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എംബ്രേസിങ് ചലഞ്ചസ്. ഉറപ്പാണ് നമുക്ക് ചലഞ്ചസ് ഉണ്ടായിരിക്കും. ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം നാളെ മലേഷ്യ പോവാണ് എൻ്റെ ഒരു പഠനത്തിൻ്റെ കാര്യമായിട്ട്. അപ്പം അവിടെ ഇവിടുന്ന് പോകാനുള്ള ഒരു പേപ്പറിലും ഇതുവരെ കൺഫർമേഷൻ എനിക്ക് മലേഷ്യയിൽ നിന്ന് റിസീവ് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റ് മാത്രമാണ് കൺഫേം ചെയ്ത് തന്നിട്ടുള്ളൂ. ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഞാനവിടെ ഫേസ് ചെയ്യുക. പക്ഷെ ഞാൻ ആ ചലഞ്ച് അയ്യോ എനിക്ക് ഇനി ഒരു പേപ്പറും കിട്ടില്ല. അവിടെ എമിഗ്രേഷനിൽ മിക്കവാറും നാളത്തെ കഴിഞ്ഞ പത്രങ്ങളിൽ മുഴുവൻ ഞാൻ കള്ള വിസ എടുത്ത് വന്നു വരൂ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ ചെല്ലുമ്പോൾ അത് തന്നെ പറയുള്ളൂ. സോ ഒബ്വിയസ്ലി നമുക്ക് ചലഞ്ചസ് ഉണ്ടാവും. ആ ചലഞ്ചസിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാമെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. ആൻഡ് ദ പ്രൈം ഇമ്പോർട്ടൻറ്റ് തിങ്, സറൗണ്ട് യുവേഴ്സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ്. ഇന്നത്തെ കാലത്തെ കുട്ടികളിൽ വരെ വളരെ നഷ്ടപ്പെട്ടു പോയൊരു സംഭവമാണ്. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ്, പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണോ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണോ? അതായത് ചിലപ്പോൾ ഞാൻ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പം ഞാൻ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ ചെല്ലുമ്പോൾ കുട്ടികൾ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ അറിയാം എന്തുകൊണ്ട് അവരിങ്ങനെ ആയിപ്പോയി എന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് നോക്കിയാൽ അറിയാം ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ വന്ന് ചാടിയില്ലെങ്കിലേ അത്ഭുതവും. സോ എപ്പോഴും നമ്മുടെ കണക്ഷൻസ് നമുക്ക് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് നൽകുന്നതാണ് എന്ന്. ആൻഡ് പോസിറ്റീവ് റോൾ മോഡൽസ്. റോൾ മോഡൽസിനെ എല്ലാവരും വെക്കും. എങ്ങനെയാണ് റോൾ മോഡൽസിനെ വെക്കുക? ഇപ്പം ചിലർക്ക് റോൾ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെയിം കരിയറിലുള്ളവരെ തന്നെയായിരിക്കും എടുക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ റോൾ മോഡലായിട്ട് എടുത്തിരിക്കുന്നത് ഒരിക്കലും എൻ്റെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട ഒരാളെ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ് കരിയറിലുള്ള ഒരാളാണ്. കാരണം വേറൊന്നും കൊണ്ടുമല്ല, എൻ്റെ ചിന്താഗതിയും അവരുടെ ചിന്താഗതിയും തമ്മിൽ ക്ലബ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ സാമ്യതയുണ്ട്. ഒരേപോലെയാണ് ഞങ്ങളുടെ ഫുഡ് പാറ്റേൺ, ഒരേപോലെയാണ് ഡ്രസ്സിങ് സെൻസ്, ഒരേപോലെയാണ് ചിന്താഗതികൾ ഒരേപോലെയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെയാണ് റോൾ മോഡലാക്കിയത്. അപ്പം എനിക്കൊരു തളർച്ച വരുമ്പോൾ എന്നെ കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ റോൾ മോഡൽസിന് സാധിക്കും. അപ്പം നമ്മളൊരു മോഡലിനെ ഉറപ്പായിട്ടും ഒരാളുടെ ലൈഫിൽ ഒരു മെൻറ്റർ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഉറപ്പായിട്ടും ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം. അത് ഇപ്പം ഇവിടെ ഒരാൾക്ക് ഇപ്പം മനോജ് സാറിന് നാളെ ഒരു കോഴ്സ് പഠിക്കണം എന്ന് തോന്നുന്നു. മനോജ് സാറിന് എന്നെ മെൻറ്ററാക്കി വെക്കാം. പക്ഷെ മനോജ് സാറിന് ഷൂട്ടിങ്ങിൽ ഒരു മെൻറ്ററിനെ വേണം തോന്നുമ്പോൾ എന്നെ വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എനിക്ക് ആ ഫീൽഡ് അറിയില്ല. അപ്പം വേറൊരാളെ വെക്കും. സോ ദിസ് ഈസ് ഹൗ ഒരാൾക്ക് ഒരാൾ മാത്രമല്ല റോൾ മോഡലായിട്ട് നിൽക്കുക. ഓരോ കാര്യത്തിനും ഓരോരുത്തരെ റോൾ മോഡലായിട്ട് വെക്കേണ്ടി വരും. അപ്പം ആ മോഡൽസ് ആണ് പിന്നെ നമ്മളെ മോൾഡ് ചെയ്യുന്നതിനും, ഇതേപോലെ നമ്മൾ പലർക്കും റോൾ മോഡൽസ് ആയിരിക്കണം. അവരെ മോൾഡ് ചെയ്യുന്നതിനും ഒക്കെ ഒരു സർക്കിളായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ട് അപ്പം നമുക്ക് താഴോട്ട് പോവുക, നെഗറ്റീവ് തോട്ട്സ് വരിക എന്ന് പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ചാൻസേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഉറപ്പായിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികളാവട്ടെ മുതിർന്നവരായിട്ടെ ആരും ആയിക്കൊള്ളട്ടെ, നമ്മുടെ സറൗണ്ടിങ്ങിൽ ചുറ്റുമുള്ള പിന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രായമായവരിൽ ഇപ്പോൾ ഈ നെഗറ്റീവ് ടോക്ക് ഭയങ്കര കൂടുതലായിട്ട് വരുന്നുണ്ട്. കാരണം ചിലപ്പോൾ മക്കളും കൊച്ചുമക്കളും ഒന്നും കൂടി ഉണ്ടാകാതിരിക്കുന്ന സമയത്തൊക്കെ അവരിൽ കൂടുതലും നെഗറ്റീവ് ടോക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പല സോഷ്യൽ ഓർഗനൈസേഷൻസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ട് കൂടുതൽ പോസിറ്റിവിറ്റിയിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് കൂടുതൽ ഹെൽത്ത് നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും? ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം എനിക്ക് ഇത്രയും കാര്യങ്ങൾ ലോകത്ത് എനിക്ക് ദൈവം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രകൃതി ഏത് ദൈവത്തിനെ വിശ്വസിച്ചാലും അല്ലെങ്കിൽ ഏത് എക്സ്റ്റേണൽ പവറിനെ വിശ്വസിച്ചാലും അതെനിക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിനായിട്ട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് കൊണ്ടുപോയി തന്നിട്ടുണ്ട്. സോ ഗ്രാറ്റിറ്റ്യൂഡ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, നല്ല വീടുണ്ട്, ഫുഡുണ്ട്, പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, വണ്ടി ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അങ്ങനെ സോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിർബന്ധമായിട്ടും
ഡെയിലി എല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അത് എഴുതി കഴിഞ്ഞാൽ അന്നേരം മനസ്സിലാവും ഹൗ ഗ്രേറ്റ്ഫുൾ ഐ ആം. ആരോടൊക്കെ ഞാൻ നന്ദി പറഞ്ഞാലാണ് ഒരു ദിവസം എനിക്ക് തീർക്കാനായിട്ട് പറ്റുക. അടുത്തത് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചല്ലോ എല്ലാവരും? എനിക്ക് തോന്നുന്നു എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. ഫുഡ് കഴിച്ചതിൻ്റെ ഒരു കറിയുടെ ടേസ്റ്റ് ഒന്ന് പറയാമോ? ആരെങ്കിലും എന്ത് കറിയാണ് കഴിച്ചത്, അതിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നു എന്നൊന്ന് പറയാമോ? അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിച്ചതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചതിൻ്റെ ടേസ്റ്റ് ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ആർക്കെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പറയാമോ? കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാല് കാര്യം ഇതാണ്, നമ്മളുടെ എല്ലാവരുടെയും ഫുഡ് സ്ട്രക്ചർ പോകുന്ന രീതി ചെല്ലുക, പാത്രം തുറക്കുക, കൂട്ടിക്കുഴയ്ക്കുക, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ കണക്കിന് വാരി കഴിക്കുക. എന്താ കഴിച്ചതെന്ന് ഓർമ്മയില്ല, കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിയത്തില്ല, ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊന്നില്ലെങ്കിൽ അടുത്ത വർക്കിലേക്ക് പോകേണ്ട കാര്യത്തിൽ, അല്ലെങ്കിൽ ഫോൺ നോക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസിലായിരിക്കും കരുതുന്നത്. ഇപ്പം മോര് കറി കഴിക്കുന്നു. മോര് കറിയിൽ അതിനകത്ത് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഉലുവയുടെ ടേസ്റ്റ് ഉണ്ട്, കരിവേപ്പിലയുണ്ട്, ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, തൈരുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്. സോ ഞാൻ ചോറും ഈ മോരുകറി, നല്ല കട്ട മോരുകറി ഒഴിച്ച് കഴിക്കുമ്പോൾ ഞാൻ ഇതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അന്നേരം ഞാൻ ചോറ് കഴിക്കുമ്പോൾ അയ്യോ ഉച്ച കഴിഞ്ഞാൽ കാലമാടൻ ബോസ് വരുമല്ലോ, അന്നാക്കിലേക്ക് ഉരുട്ടിയിട്ട്, നോ, നെവർ. നമുക്ക് ആ ഫുഡും കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടത്തില്ല. സോ ദാറ്റ് ഈസ് പ്രാക്ടീസിങ് മൈൻഡ്ഫുൾനെസ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പൊ പല അമ്മമാരും ഗ്യാസ് ഓഫ് ചെയ്ത് 1-2 പ്രാവശ്യം പോയി നോക്കും. അത് ആ ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കുന്നില്ല, ആ ഒരു കാര്യത്തിലല്ല ശ്രദ്ധ. അന്നേരം പട്ടിക്കൂട് അടച്ചോ എന്ന് ആലോചിക്കും. അപ്പൊ ഇത് ഓഫ് ചെയ്ത് ഓർക്കില്ല. വീട് പൂട്ടി 1-2 പ്രാവശ്യം പോയി നോക്കും ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ. അല്ലെങ്കിൽ കാറിന്റെ കീ 2 പ്രാവശ്യം ഞെക്കും പൂട്ടിയോന്ന് അറിയാനായിട്ട്. ആ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഇനി നാളെ മുതൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അത്താഴം കഴിക്കാൻ പോകുമ്പോൾ ജസ്റ്റ് മൈൻഡിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. രാവിലെ എഴുന്നേക്ക്, ഇപ്പൊ എൻ്റെ സിസ്റ്റത്തിന്റെ ഡെസ്ക്ടോപ്പ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ അത് കാണിച്ചത്. എൻ്റെ അകത്തൊക്കെ എൻ്റെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്നത് എല്ലാം പോസിറ്റീവ് അഫർമേഷൻസ്. എൻ്റെ ഫോണിന്റെ വാൾപേപ്പറിൽ കിടക്കുന്നത് പോസിറ്റീവ് അഫർമേഷൻസ്. ഐ ആം കേപ്പബിൾ ഇനഫ്, എനിക്ക് ചെയ്യാൻ സാധിക്കും. ഐ ആം കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡു ദിസ്. അപ്പൊ എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് നിർത്താനായിട്ട് സഹായിക്കും. ഇനി ഇപ്പോഴത്തെ ട്രെൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നെഗറ്റിവിറ്റി വരാനുള്ള കാരണം ഡിജിറ്റലൈസേഷൻ ആണ്. അല്ല എന്ന് ആരും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഫോണിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു ബാഡ് വാർത്ത വരുന്നു, നമ്മുടെ ഹോൾ മൂഡ് തകർത്ത് കളയും. ഒരു കൊച്ചുകുട്ടീനെ റേപ്പ് ചെയ്തതോ, അല്ലെങ്കിൽ ഒരാളെ അടിച്ചു കൊല്ലുന്നതോ, ലൈക്ക് ഇന്നിപ്പോ വീഡിയോസിന് സെൻസറി കണ്ടന്റ് ഒക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹോൾ ആ ഒരു ഡേ അല്ലെങ്കിൽ എല്ലാം നമ്മളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് കാര്യങ്ങളിലേക്കോ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ട്രിഗർ ചെയ്യും. അല്ലെങ്കിൽ ആ കുറച്ച് ഇപ്പൊ സൈക്കോളജി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണെങ്കിൽ ആ ആളുടെ മാനസികാവസ്ഥ ചിന്തിക്കാം, അവരുടെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കാം. ഹോൾ നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഡേ, അല്ലെങ്കിൽ ചിലപ്പോൾ 1-2, പിന്നെ ദ ഹോൾ സോഷ്യൽ മീഡിയ ഇത് ആഘോഷിക്കുകയാണ്. അവരാരും സിമ്പതൈസ് ചെയ്യുമല്ല, സെലിബ്രേറ്റ്. അപ്പം നമ്മുടെ ഹോൾ ലൈഫ് അങ്ങോട്ട്, ആ ഹോൾ ഡേ, ആ ഹോൾ വീക്ക് അങ്ങോട്ട് പോയി കിട്ടും. സോ ഇങ്ങനെ ഒരു മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റൽ വെൽബീയിങ് കീപ്പ് ചെയ്യാൻ പറ്റുക? കാരണം എന്തായാലും ടെക്നോളജി നമുക്ക് വേണം, ഡിജിറ്റൽ വെൽബീയിങ് നമുക്ക് വേണം. എങ്ങനെ നമുക്ക് ഡിജിറ്റൽ വെൽബീയിങ്ങിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? ഇപ്പം ഏജ് വൈസ് നമുക്ക് ഈ ഡിജിറ്റലൈസേഷൻ്റെ ഇമ്പാക്റ്റ് നോക്കി കഴിഞ്ഞാൽ കുട്ടികൾ ഗെയിമിങ്ങും യൂട്യൂബും ആയിട്ട് പോകും.
ടീൻസ് സോഷ്യൽ മീഡിയയിലെ റീൽസും അതും ഇതും ആ പ്രഷറിന്റെ പുറകെ അങ്ങ് പോവും. അഡൽട്സ് ജോലി ചെയ്തുകൊണ്ട് ഫോൺ കാണും, ഫോൺ കണ്ടുകൊണ്ട് ജോലി ചെയ്യും. ലൈക്ക് അങ്ങനെ ഒരു മൾട്ടി ടാസ്ക്, അല്ലെങ്കിൽ സ്ട്രെസ് വരുന്ന സമയത്ത് ഇരുന്ന് ഫോൺ കാണും, അങ്ങനെ പോകും. സീനിയേഴ്സ് ഒന്നില്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം ഒരു പണിയില്ലാത്തത് കൊണ്ടിരുന്ന് ഫോണിൽ ഈ പറയുന്ന പഴയ സീരിയലും പുതിയ സീരിയലും കണ്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ടെക്നോളജി അറിയാൻ മേലാത്തതിന്റെ ആങ്സൈറ്റിയിൽ അവർ ടെക്നോളജി ഒന്നില്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും. ഇങ്ങനെയാണ് ഒരു നോർമൽ ഏജ് വൈസ് ഇമ്പാക്റ്റ് APA കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഡിജിറ്റൽ വെൽബീയിങ് കൊണ്ടുവരാൻ സാധിക്കുക? ഇപ്പൊ ഫോണിലൂടെ അല്ല കയറിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി നോക്കിയ സെറ്റിങ്സിൽ പോയിട്ട് ബാറ്ററി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടൈമിംഗ് കാണാനായിട്ട് പറ്റും. ഡിജിറ്റൽ ടൈമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാനായിട്ട് പറ്റും. അപ്പൊ അതിനകത്ത് ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നറിയാനായിട്ട് പറ്റും. അപ്പം ഞാനൊരു വെറുതെ ഒരു ക്ലാസ്സിൽ ഇത് എടുപ്പിച്ചപ്പം ഒരാളുടെ ഫോണിൽ കണ്ടതാണ് ഒരു ദിവസം ഒരു വീക്കിൽ 55 hours സ്ക്രീൻ ടൈം. ഒരാളുടെ സ്ക്രീൻ ടൈം ആണ് ഒരാഴ്ച 55 hours. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 8 മണിക്കൂർ 7 മണിക്കൂറിൻ്റെ അടുത്ത് ആൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് ടോട്ടലി ഉള്ള 24 hours ആണ്. ഇന്നത്തെ 8 മണിക്കൂർ നമ്മൾ ജോലിക്ക് പോകും, 8 മണിക്കൂർ ഉറങ്ങാൻ പോകും, ബാക്കി 8 മണിക്കൂർ നമ്മൾ പ്രൊഡക്റ്റീവായി ചെയ്യേണ്ട 8 മണിക്കൂർ സ്ക്രീനിൽ പോയി. അപ്പോൾ ഞാൻ എത്ര മണിക്കൂർ സ്ക്രീൻ ടൈം കാണണമെന്ന് നമ്മൾ തന്നെ ഒരു സെറ്റിങ്സ് വെക്കണം. അപ്പോൾ അതിന് കുറേ ബിൽറ്റ് ഇൻ ടൂൾസ് ഓൾറെഡി ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒന്നും ബ്രാൻഡ് അംബാസഡർ അല്ല, ബട്ട് ഞാൻ പറയുകയാണ്, ഞാൻ യൂസ് ചെയ്ത ഇതാണ്. ഇപ്പം ആൻഡ്രോയിഡിലാണെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു ആപ്പ് തന്നെ നമ്മുടെ ഓൾറെഡി ഇൻബിൽറ്റ് ആണ്, ആൻഡ്രോയിഡ് ഇൻബിൽറ്റ് ആണ്. iOS-ലാണെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, എല്ലാം ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതൊന്ന് എനേബിൾ ചെയ്തിട്ടിരുന്നേച്ചാൽ മതി. അതേപോലെ നെക്സ്റ്റ് ചെയ്യുന്നതാണ് ടെക് ഫ്രീ ടൈം. ഏതാണ് എൻ്റെ ടെക് ഫ്രീ ടൈം? ഞാൻ ഫുഡ് കഴിക്കുമ്പോഴാണോ, അതോ ഞാനൊരു വൈകിട്ട് കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപാണോ, രാവിലെ എഴുന്നേറ്റ 1 മണിക്കൂറാണോ? ഏതാണ് എൻ്റെ ടെക് ഫ്രീ ടൈം എന്ന് നമ്മൾ തന്നെ ഡിസൈഡ്. പിന്നെ ഒരു കാരണവശാലും ആരും വന്ന് നമ്മുടെ ഇന്ന് ഫോൺ മേടിച്ച് നമ്മളെ നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഒരു ക്ലിയർ സ്ക്രീൻ ടൈം ലിമിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ ഒരു ക്യൂറേറ്റ് യുവർ ഡിജിറ്റൽ എൻവയോൺമെൻറ്റ്. വേണ്ടാത്ത എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് അടിച്ചോളൂ, അൺഫോളോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തിടുക. ഇപ്പോൾ കുട്ടികളാണ്, ഇവിടെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സുകൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ക്ലാസ്സുകളെ സംബന്ധിച്ചിട്ട് കുറേ ടീച്ചേഴ്സ് ഫേസ്ബുക്ക് ലൈവും അതും ഇതും ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ 10th കുട്ടികൾക്ക് സ്പെഷ്യലി അങ്ങനെയുള്ളവരെ ഫോളോ ചെയ്യുക. അല്ലാത്ത എല്ലാ കൂറ ചാനലുകളും അൺഫോളോ ചെയ്തു കൊടുക്കുക. എന്നാൽ മാത്രമാണ്, കാരണം ഈ കൂറ ചാനലുകൾ നമ്മൾ ഫോളോ ചെയ്ത് നമുക്ക് ചെറിയൊരു ടെൻഡൻസി അങ്ങോട്ടുള്ളത് കൊണ്ടാണ്. അതിനെ അൺഫോളോ ചെയ്ത് അത് കാണാതാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നമ്മൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് കണ്ടാൽ ആ വീഡിയോസ് ആയിരിക്കും നമുക്ക് റെക്കമെൻഡേഷൻസിൽ വരിക. അങ്ങനെ നമ്മൾ ഇൻറ്റൻഷനലി ഇതിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ ഡിജിറ്റൽ വെൽബീയിങ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ പ്രയോറിറ്റൈസ് റിയൽ ലൈഫ് ഇൻട്രാക്ഷൻസ്. നമുക്ക് എപ്പോഴൊക്കെ റിയൽ ലൈഫ് സാധാ ആൾക്കാരുമായിട്ട് നേരിട്ട് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് വരുന്നു. ഇപ്പോൾ കുറേ ക്ലബ്സ് ഉണ്ട്, കുറേ അസോസിയേഷൻസ് ഉണ്ട്, ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും തലയും കുനിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് റിയൽ ലൈഫ് ഇൻട്രാക്ഷൻസിന് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ ഏറ്റവും പ്രധാനമാണ് ഫോണിൽ ഒരു അലാം വെക്കാതിരിക്കുക. പകരം പഴയ നമുക്ക് 150 രൂപയ്ക്ക് നമ്മൾ പണ്ട് മേടിച്ച് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എഴുന്നേറ്റ് പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫിസിക്കൽ അലാം ക്ലോക്ക് മേടിച്ച് നമ്മുടെ തലയുടെ മൂട്ടി കൊണ്ടൊന്ന് വെക്കാതെ കുറച്ച് ദൂരെ കൊണ്ടുപോയി വെക്കും. എഴുന്നേറ്റ് ചെന്ന് ഓഫ് ചെയ്യാൻ പാകത്തിന് ഒരു ഫിസിക്കൽ അലാം ക്ലോക്കിലോട്ട്. കാരണം ഫോൺ തുറന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഞെക്കി അപ്പം താഴോട്ട് വലിച്ചിട്ട് നോക്കുമ്പോൾ കുറേ നോട്ടിഫിക്കേഷൻസ്, ഓരോ നോട്ടിഫിക്കേഷൻസ് കുത്തി 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 നമ്മുടെ ആ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഡിജിറ്റലായിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മാറ്റി വെച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി അതേപോലെ ഉപയോഗിക്കേണ്ട മറ്റൊരു ഫോക്കസ് ടൂൾസ് എന്ന് പറഞ്ഞ സാധനം.
ഒത്തിരി ഫോക്കസ് ടൂൾസ് നമുക്ക് ഈ ഇതിൽ അവൈലബിൾ ആണ്. ഡു നോട്ട് ഡിസ്റ്റർബ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഇവിടെ കുട്ടികളുണ്ടെന്ന് തോന്നുന്നു ക്ലാസ് കേൾക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ രാവിലെ 9:30 മുതൽ 11:30 വരെ പഠിക്കുന്ന സമയമാണ് ഫോൺ ഡു നോട്ട് ഡിസ്റ്റർബിലേക്ക് ഇടുക, മാറ്റി വെക്കുക, പഠിക്കുക. അത്രേ ഉള്ളൂ. ഡു നോട്ട് ഡിസ്റ്റർബ് വിടുമ്പോൾ അച്ഛനും അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കോള് മാത്രം ഡു നോട്ട് ഡിസ്റ്റർബിന്ന് മാറ്റി വെക്കുക. ഇപ്പൊ എന്നോട് ചോദിക്കുന്നവരുണ്ട് എങ്ങനെ ഇത്രയും പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയണത് ഇപ്പൊ എൻ്റെ ഫോൺ എപ്പോൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും 9:30 മുതൽ 10:30 വരെ, അത് ചില ദിവസങ്ങൾ, അല്ലെങ്കിൽ 10 മുതൽ 11 വരെ. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ 9:30 മുതൽ ഏകദേശം ഒരു 11 വരെയുള്ള സമയം ഡു നോട്ട് ഡിസ്റ്റർബ് ഓപ്ഷൻ ആണ് കിടക്കുന്നത്. വളരെ 1, 2, 3 പേരുടെ അത്യാവശ്യമുള്ള, ഇപ്പൊ മക്കൾ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട്, അവരുടെ ഇത് ഡു നോട്ട് ഡിസ്റ്റർബിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 1, 2 ഫ്രണ്ട്സിന്റെ മെസ്സേജസ് ഡു നോട്ട് ഡിസ്റ്റർബിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ബാക്കി എല്ലാവരും ആര് വിളിച്ചാലും കിട്ടിയാലും 9:30 to 11 ടൈം കിട്ടില്ല, ബിക്കോസ് അത് ഞാൻ പഠിക്കുന്ന ടൈമാണ്. സോ ഇതുപോലെയുള്ള ഫോക്കസ് ടൂൾസ് നമുക്ക് ഫോൺ ഉപയോഗിക്കണം. നമ്മുടെ ഡിജിറ്റലൈസേഷൻ ഒക്കെ നല്ലതാണ്. സോ ഫോക്കസ് ടൂൾസിന് പ്രാധാന്യം കൊടുക്കുക. ആൻഡ് പ്രാക്ടീസ് മൈൻഡ്ഫുൾ ടെക് യൂസേജ്. ഞാൻ എന്തിനാണ് ഫോൺ ഉപയോഗിക്കുന്നത്? ഞാനിപ്പോൾ അരമണിക്കൂർ ഈ ഫോൺ ഉപയോഗിച്ചു. ജസ്റ്റ് ഇവാലുവേറ്റ്, ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം കിട്ടി? ഒരു പ്രയോജനവും കിട്ടിയില്ല, വെറുതെ റീൽസ് തോണ്ടി ഇരുന്നു എന്നാണെങ്കിൽ മൈൻഡ്ഫുൾ ആവുക. ഞാൻ ഫോൺ എടുക്കുമ്പോഴേ ചോദിക്കാം, ഇപ്പൊ ഫോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഈ റീല് കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഈ ഡ്രാമ റിലീസ് കാണേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് ആ മൈൻഡ്ഫുൾ ടെക് യൂസിലേക്ക് നമ്മൾ തന്നെ നമ്മളെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഒരു കാര്യം, 21 ഡേയ്സ് ആവശ്യമാണ് നമുക്ക് എപ്പോഴും ഒരു സിസ്റ്റവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 21 ഡേയ്സ് നമ്മളെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് ഫോക്കസ് ചെയ്ത് വെക്കണം. അതേപോലെ ഡിജിറ്റൽ ഡീടോക്സ് ടൈം. ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സൺഡേസ് ഫോണിൽ റീൽസോ മറ്റു സംഭവങ്ങളോ യാതൊരുവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും നോർമലി സൺഡേ ഞാൻ ഉപയോഗിക്കില്ല. സൺഡേ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ, ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് കിടക്കാൻ പോകുമ്പോൾ ആരെങ്കിലും വാട്സാപ്പിൽ പേഴ്സണൽ മെസ്സേജസ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കും. പേഴ്സണൽ മെസ്സേജസ് ഉണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കും, അതേപോലെ അടയ്ക്കും, എടുത്ത് മാറ്റി വയ്ക്കും. സോ അങ്ങനെ ഒരു ഡിജിറ്റൽ ഡീടോക്സ് ടൈം ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ വാച്ച് യുവർ പോസ്റ്റർ ആൻഡ് ഐസ്. ഇപ്പം നമ്മൾ ഫോണിൽ ഇരിക്കുമ്പോൾ നമ്മൾ തലയും കുത്തി ഇങ്ങനെ കുമ്പിട്ട് അങ്ങിരിക്കും. കുമ്പിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഹോൾ പോസ്റ്ററിന് പ്രശ്നമാണ്. അപ്പോൾ ഇത് ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ നേരെ പിടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി കുറച്ച് സമയമേ ഒന്നു കുനിഞ്ഞ് തലകുത്തി കിടന്നങ്ങ് നോക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം അങ്ങനെ വളഞ്ഞ് ആ ഒരു പോസ്റ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോകും. സോ ഞാൻ എൻ്റെ പോസ്റ്ററിന് കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് വാച്ച് ചെയ്യുക. ആൻഡ് റിഫ്ലക്റ്റ് റെഗുലർലി. ഇപ്പം നമ്മുടെയൊക്കെ ഫോണിൽ ഞാൻ ഈ പറഞ്ഞ സെറ്റിങ്സിൽ കയറിയിട്ട് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ സെറ്റിങ്സിലുണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞേക്ക്, അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞാൻ എത്ര മണിക്കൂർ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചു. ഞാനിപ്പോൾ വാട്സപ്പ് 4 മണിക്കൂർ. എന്ത് എൻ്റെ കരിയർ ഗ്രോത്തിനാണോ, എൻ്റെ പ്രൊഫഷണൽ ഗ്രോത്തിനാണോ, അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷണൽ അക്കാഡമിക് ഇതിന് വേണ്ടിയിട്ടാണോ? ദെൻ ഓക്കെ. അല്ല, ഞാൻ വെറുതെ സമയം കളയാനാണോ ഉപയോഗിച്ചതാണോ? ദെൻ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പം ഈസ് മൈ ടെക് യൂസ് ഹെൽപ്പിംഗ് മീ ഓർ ഹേർട്ടിങ് മീ? എൻ്റെ ഞാൻ പറഞ്ഞല്ലോ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ ഉറക്കം, ബാക്കി 8 മണിക്കൂർ എന്ന് പറയുന്ന ഈ 8 മണിക്കൂറാണ് നമ്മൾ എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. ആ 8 മണിക്കൂറിലാണ് നമ്മൾ ടെക്കിലോട്ട് പോയി ഈ ഡിജിറ്റലിൽ പോയി ഇരുന്ന് നമ്മുടെ സമയം കളയുന്നത്. ഈ 8 മണിക്കൂർ കൊണ്ട് എനിക്കിത് വളരാൻ സഹായിച്ചോ, എന്നെ തളർത്തി? സോ അത് നമ്മൾ എല്ലാ ദിവസവും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യും. സോ the thing is, by choosing to think positively, you build a mindset that empowers not only you but also those around you. Start today and watch your life transformation. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഭാവിയിലോട്ട് നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഗോളിലോട്ട് നമ്മളെ അടുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡെയിലി ബേസിസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനു വേണ്ടി നമുക്ക് ടെക് യൂസ് ചെയ്യാം, ഇന്റർനെറ്റ് യൂസ് ചെയ്യാം, എന്തും യൂസ്. പക്ഷേ അതിനിടയിൽ നമുക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുക്കണ്ട എന്നല്ല, ബ്രേക്ക് എടുക്കാം. പക്ഷെ വെദർ ആ ബ്രേക്ക് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പോകുന്നു എന്നുള്ളതാണ്. ഞാൻ 5 മിനിറ്റ് ഒരു റീല് കണ്ടേക്കാന്ന് വെച്ചു, ഫൈൻ. അത് 15 മിനിറ്റായി, 50 മിനിറ്റായി, 5 മണിക്കൂർ ആകരുത് എന്നുള്ളതേ ഉള്ളൂ.
സോ മൈൻഡ്ഫുൾ ടെക് യൂസേജ് എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങിനും നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് റെഡ്യൂസ് ചെയ്യിക്കാനും എല്ലാത്തിനും ഇപ്പോൾ ഒരു പിന്നെ അത് മാത്രമല്ല, ഒരാള് നെതർലാൻഡ്സിൽ പോയി വീഡിയോ ഇട്ടു, ഫോട്ടോ ഇട്ടു, എവിടെയെങ്കിലും ഒരു എന്താണ് സൂര്യകാന്തി പാടം വന്നു, ഉടനെ അവിടെ പോയി ഒരു ഫോട്ടോ ഇട്ടു. ഇതൊക്കെ നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും അൺഫോളോ ചെയ്തേക്ക്, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് ഹേർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഇടുന്ന എല്ലാ അക്കൗണ്ട്സും ഞാൻ പ്രൗഡായിട്ട് പറയുന്നു, ഞാൻ എല്ലാത്തിനും അൺഫോളോ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഗ്രോത്തിന്, എൻ്റെ വെൽബീയിങ്ങിന്, എൻ്റെ ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഫോളോ ചെയ്യുള്ളൂ. ആ റിക്വസ്റ്റ് മാത്രമേ, അങ്ങനെയുള്ള ഫ്രണ്ട് റിക്വസ്റ്റ് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം റിജക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്. എനിക്ക് തോന്നുന്നു ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ ക്വറീസ് നിങ്ങൾക്ക് ചോദിക്കാം. ഡിജിറ്റൽ വെൽബീയിങ് പോലെ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. സോ പ്രാക്ടീസ് ഇറ്റ് റെഗുലർലി. ഒരു 21 days പ്രാക്ടീസ് അത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. സോ പ്രാക്ടീസ് ഇറ്റ് റെഗുലർലി. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ ക്വറീസ് പ്ലീസ് ആസ്ക്. എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാം. യെസ്. എനിബഡി? എല്ലാവർക്കും എല്ലാം മനസ്സിലായി തോന്നുന്നു.